Hi all, welcome to iPlus Training Solution. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ദ ഫോഴ്സ് വിൽ ബി 0, ഇൻഫിനിറ്റി, മാക്സിമം, ഹാഫ് ദി ഒറിജിനൽ വാല്യൂ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടത്തെ ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്തിന് പാരലൽ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ അവിടത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫോഴ്സ് F ഈക്വൽ ടു എന്താണ്? I ഇൻറ്റു L ക്രോസ് B ആണ് അല്ലെ? I ഇൻറ്റു L ക്രോസ് B ആണ്. ഇവിടത്തെ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലെങ്ത് ആണ്. വയറിന്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കറന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F ഈക്വൽ ടു BIL സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? ഇതില് ബി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. I കറണ്ട് ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഈ തീറ്റ എന്ന് പറയുന്നത് എന്തിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്? മാഗ്നറ്റിക് ഫീൽഡിനും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദി കറണ്ടിന്റെ ഡയറക്ഷനും ഇടയിലുള്ള ആംഗിൾ ആണ് ഇത് എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടും എന്താണ്? പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ സൈൻ 0 എന്താണ്? 0 ആണ്. സോ ഇവിടത്തെ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 0 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കുക, ഫോഴ്സ് ഈസ് എ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. എ ക്രോസ് പ്രൊഡക്റ്റ് ഇൻവോൾവ്സ് ദ സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. ഇഫ് ടു ക്വാണ്ടിറ്റീസ് ആർ parallel to each other, the angle between them is 0. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ടു ഇലക്ട്രിക് ഫോഴ്സ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഗെറ്റിംഗ് അൺഡിഫ്ലക്റ്റഡ് ഇൻ എ ഫീൽഡ് ഈസ്. ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സിന്റെയും ഇലക്ട്രിക് ഫോഴ്സിന്റെയും റേഷ്യോ ആണ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ. അവിടെ എന്തായിരിക്കും? അൺഡിഫ്ലക്റ്റഡ് ഫീൽഡിലാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സിന്റെയും ഇലക്ട്രിക് ഫോഴ്സിന്റെയും റേഷ്യോ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 0, 2, 4. ഏതാണ് ആൻസർ വരുന്നത്? 1 ആണ്. എന്തുകൊണ്ടാണ് 1 വരുന്നത്? when a charged particle is undeflected in a field. ഒരു ഫീൽഡിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? the magnitude of the magnetic force and electric force acting on a particle is the same. അവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫോഴ്സും എന്തായിരിക്കും? ഇലക്ട്രിക് ഫോഴ്സും സെയിം ആയിരിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ഇൻ എ ഫീൽഡ് ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ റേഷ്യോ എത്രയായിരിക്കും? 1 ആയിരിക്കും. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ആൻസർ എത്ര എന്ന് വരും? 1 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മൂവ് ഫ്രം. വളരെ എളുപ്പമുള്ളതാണ് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആണ് അല്ലെ? അതായത് എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. നോർത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് സൗത്തിലേക്ക് പോകുന്നതായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ്? ഔട്ട്സൈഡ്
മാഗ്നറ്റിന്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇനി അടുത്തത് ഇൻസൈഡ് ആണെങ്കിലോ, മാഗ്നറ്റിന്റെ ഇൻസൈഡ് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. എങ്ങനെയായിരിക്കും? സൗത്ത് ടു നോർത്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മൂവ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഇൻസൈഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൗത്ത് ടു നോർത്ത് ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് അറ്റ് ദി നോർത്ത് പോൾ ആൻഡ് ടെർമിനേറ്റ് അറ്റ് ദ സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. When the charged particles move in a combined magnetic and electric field, then the force acting is known as ഇവിടെ എന്താണ് ആൻസർ? When the charged particle move in a combined magnetic and electric field അല്ലേ? എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് കമ്പൈൻഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണോ, സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ആണോ, ലോറന്തസ് ഫോഴ്സ് ആണോ, ഓർബിറ്റൽ ഫോഴ്സ് ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ലോറന്തസ് ഫോഴ്സ് ആണ് അല്ലെ? അതായത് when the charged particles move in a combined magnetic and electric field, then the force acting is known as ലോറന്തൽ ഫോഴ്സ് ആണ്. ഓക്കെ, അതായത് ലോറന്തൽ ഫോഴ്സിനെ നമ്മളുടെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് F equal to Q into E plus V into B ആണ്. ഓക്കെ, ഇവിടത്തെ എന്താണ്? E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ്. B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അടുത്തത് Q എന്നുള്ളത് എന്താണ്? ചാർജ് ആണ്. Q എന്നുള്ളത് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ ലോറന്തസ് ഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. The Lorentz force is the total force exerted on a charged particle due to the combined electric and magnetic field. ഓക്കെ, മാറിപ്പോകരുത്. അപ്പോൾ അത് ഏത് ഫോഴ്സ് ആണ്? ലോറന്തസ് ഫോഴ്സ് ആണ്. അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓരോ ഇക്വേഷനിലെ ഓരോ ടേമും എന്താണ് സൂചിപ്പിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Cyclotron is a device is used to slow down charged particle, accelerate the positively charged particle, stop the charged particles. None of these. Cyclotron എന്ന് പറയുന്ന ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എപ്പോഴും തന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ആക്സിലറേറ്റഡ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യാനായിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following factors is the induced charge in an electromagnetic induction independent of? അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത് ഏത് ഫാക്ടറിന് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ്. ഏതൊക്കെ ഫാക്ടർ ആണ് തന്നിരിക്കുന്നത്? ടൈം, റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ, ചേഞ്ച് ഓഫ് ദി ഫ്ലക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. d psi b by dt ഈക്വൽ ടു d psi by b dt എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കോയിലിലെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദാറ്റ് കോയിൽ. ആ കോയിലിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രപ്പോർഷണൽ ആണ് അവിടുത്തെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് ഫാരഡേസ് ലോയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ലോ നമുക്കറിയാവുന്നതാണ്, ഓംസ് ലോ ആണ്. അപ്പൊ ഓംസ് ലോ അനുസരിച്ച് എന്താണ്? ഇൻഡ്യൂസ്ഡ് കറണ്ട് I ഈക്വൽ ടു E by R ആണ്. ഇതിലെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ ആണ്. ഇനി ഇതിലെ ഇൻഡ്യൂസ്ഡ് ചാർജ് ഇവിടെ എന്താ നമ്മൾ തന്നിരിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് ചാർജ് ആണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
Q എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ Q എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഓംസ് ലോയുടെ E/R എഴുതുകയാണ്. E/R dt എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫാരഡേസ് ലോയുടെ ഇക്വേഷൻ ഇവിടെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ ഇയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഇന്റഗ്രൽ ഓഫ് 1/r മൈനസ് d psi b dt into dt എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ഇന്റഗ്രൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും Q ഈക്വൽ ടു മൈനസ് 1/r d psi b എന്ന് കിട്ടും. ഓക്കെ, d psi b എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്തെന്ന് കിട്ടും? ഇക്വേഷൻ Q ഈക്വൽ ടു ഡെൽറ്റ മൈനസ് ഡെൽറ്റ psi b ഡിവൈഡഡ് ബൈ r എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. Q ഈക്വൽ ടു മൈനസ് ഡെൽറ്റ psi b ഡിവൈഡഡ് ബൈ r. ഈ psi b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? psi b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലെ. ഇനി r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡന്റ് ആണ്? ചേഞ്ച് ഓഫ് ദി ഫ്ലക്സിനും റെസിസ്റ്റൻസ് ഓഫ് ദി കോയിലിനും ഡിപ്പെൻഡന്റ് ആണ്. ഇവിടെ ടൈം തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് ടിക്ക് ഇൻഡിപെൻഡന്റ് ആണ് ഏത് എന്ന് പറയുന്നത്? ഈ ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത്. നോക്കുക, അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ടൈം ആണ്. ദ ഇൻഡ്യൂസ്ഡ് ചാർജ് ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ദി ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ദാറ്റ് an EMF is induced whenever there is a change in the magnetic field linked with the electric circuit? ഏത് ലോ ആണ്? അവിടെ ഒരു EMF ഫോം ചെയ്യുന്നു. whenever there is a change in the magnetic field linked with electric circuit. ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകുമ്പം അവിടെ എന്തുണ്ടാവുന്നു? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു എന്ന് പറയുന്ന ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെൻസസ് ലോ, ഓംസ് ലോ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും അല്ലെ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ state that an EMF is induced whenever there is a change in the magnetic field linked with the electric circuit changes. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. which of the following gives the polarity of induced EMF? induced EMF ന്റെ പോളാരിറ്റിനെ കുറിച്ച് പറയുന്ന ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോട്ട് സവാർട്ട് ലോ, ലെൻസസ് ലോ, ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഏതാണ് ആൻസർ വരുന്നത്? ലെൻസസ് ലോ ആണ് ആൻസർ വരുന്നത്. പൊളാരിറ്റി, ഇൻഡ്യൂസ്ഡ് EMFന്റെ പൊളാരിറ്റി പറയുന്ന ലോ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF, ഈ ഡയറക്ഷൻ അല്ലെ, ഡയറക്ഷൻ ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? പൊളാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഈ ഡയറക്ഷൻ, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ലോ ഏതാണ്? ലെൻസസ് ലോ ആണ്. ഇനി ഈ ലെൻസസ് ലോ തന്നെയാണ് എന്താണ്? ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ആ ഒരു ലോ ഒബേ ചെയ്യുന്ന ലോ, കൺസർവേഷൻ എനർജി എന്ന് പറയുന്ന ലോ ഒബേ ചെയ്യുന്ന ലോ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ലെൻസസ് ലോ ആണ്. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ബയോട്ട് സവാർട്ട് ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? It calculate the magnetic field produced by a current element. current element produce ചെയ്യുന്ന magnetic field നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോ ആണ് ഇതെന്ന് പറയുന്നത് ബയോട്ട് സവാർട്ട് ലോ എന്നുള്ളത്. അടുത്തത് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ റിലേറ്റ്സ് ദ
magnetic field around a closed loop to the current passing through it. ഒരു closed loopല് current pass ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുണ്ടാകുന്ന magnetic ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇത് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലോ അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറന്റ് when the direction of the motion and magnetic field are known. മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇതിന്റെ രണ്ടിന്റെയും ഡയറക്ഷൻ അറിയുമ്പോൾ അവിടെ എന്താണ് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലോ ആണ് ഇതെന്ന് പറയുന്നത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് ലോ എന്ന് പറയുന്നത്. ഈ ലോസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ക്ലാസ്സിൽ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്, ലെൻസ് ലോ ആണ്. ഇനി അടുത്തത് നോക്കുക. ഇലക്ട്രിക്കൽ ഇനേഷ്യ ഇസ് ദി മെഷർ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഇംപെഡൻസ്, നൺ ഓഫ് ദി എബവ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇലക്ട്രിക്കൽ ഇനേഷ്യ ഇസ് ദി മെഷർ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻഡക്ടർ ടു ഓപ്പോസ് ദ ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക് കറന്റ് ഫ്ലോവിംഗ് ത്രൂ ഇറ്റ്. ഈ ഫിനോമിനിയാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക് കറന്റ് ഒരു ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോഴുള്ള ആ ഒരു ചേഞ്ചിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താണ് ഓപ്പോസ് ചെയ്യുന്ന ആ ഒരു മെഷർ ആണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇലക്ട്രിക്കൽ ഇനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈസ് ദി മെഷർ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോസ് is the consequences of law of conservation energy? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഏതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ആ ഒരു ലോ ഒബേ ചെയ്യുന്നത്. ലെൻസസ് ലോ, ഓംസ് ലോ, ആർക്കിമിഡീസ് ലോ, ഓൾ ഓഫ് ദി എബവ്. ഏതായിരുന്നു? ലെൻസസ് ലോ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് അപ്പാരറ്റസ് യൂസസ് ടു ദി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഏത് അപ്പാരറ്റസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? വോൾട്ട് മീറ്റർ തന്നിട്ടുണ്ട്, ഗാൽവനോമീറ്റർ തന്നിട്ടുണ്ട്, ജനറേറ്റർ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് മോട്ടോർ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് അറിയാം അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പാരറ്റസ് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? ജനറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് where is a changing in the magnetic field induces an electromagnetic force. അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള അപ്പാരറ്റസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ജനറേറ്റർ ആണ് കേട്ടോ. അപ്പൊ ജനറേറ്റർ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ജനറേറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ട് മീറ്ററും ഗാൽവനോമീറ്ററും ഒക്കെ ആണെങ്കിൽ എന്താണ്? മാഗ്നറ്റിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലാണ്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ ഓമിക് റെസിസ്റ്റൻസ്? ഇനി ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? ലാമ്പ് ഫിലമെന്റ് തന്നിട്ടുണ്ട്, കോപ്പർ വയർ തന്നിട്ടുണ്ട്, കാർബൺ റെസിസ്റ്റർ, ഡയോഡ്. എന്താണ് നോൺ ഓമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓം ലോ അനുസരിക്കാത്തവയാണ് നോൺ ഓമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഓം ലോ ഒബേ ചെയ്യുന്നതാണെങ്കിൽ അവയെ എന്തെന്ന് പറയും? ഓമിക് റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, ഡയോഡ് ആണ് ഏതെന്ന് പറയുന്നത് നോൺ ഓമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡയോഡ് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. എ നോൺ ഓമിക് റെസിസ്റ്റൻസ് ഈസ് എ റെസിസ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഒബേ
ഓംസ് ലോ. എമോങ് ദ ഗീവൺ ഓപ്ഷൻസ് ഏതാണ്? ഡയോഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ സർട്ടൻ മെറ്റൽസ് ഓർ അലോയ്സ് ഡ്രോപ്സ് ടു 0 വെൻ ദേ ആർ കൂൾഡ് ബിലോ അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. ദീസ് ഫിനോമിന ഈസ് നോൺ ആസ്, നമുക്കറിയാവുന്നതാണ് ഈ ഒരു ഫിനോമിന, റെസിസ്റ്റിവിറ്റി 0 ആകുന്നത് ഒരു സർട്ടൻ ടെമ്പറേച്ചറിന് താഴെ കൂൾ ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി 0 ആകുന്ന ഫിനോമിനയാണ് എന്തെന്ന് പറയുക? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് സർട്ടൻ മെറ്റൽസ് ഓർ അലോയ്സ് ഡ്രോപ്സ് to 0 when they are cooled below a certain temperature. This phenomenon is known as superconductivity. ഇനി which of these is the correct definition of conventional current? കൺവെൻഷണൽ കറണ്ടിന് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. current that flows from lower potential to higher potential, the current which remains static, current constituted by the flows of ions, current that flows from higher potential to lower potential. ഏതായിരിക്കും ആൻസർ വരുന്നത്? അപ്പൊ ഈ കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ പോസിറ്റീവ് ചാർജ് ഫ്ലോ ആണ്. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഫ്ലോ ആയിരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യണം. സോ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. കറണ്ട് ദാറ്റ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. നോക്കുക, ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഫ്രം എ പോയിന്റ് ഓഫ് ഹയർ അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ടു പോയിന്റ് ഓഫ് ലോവർ അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് കൺവെൻഷണൽ കറണ്ട്. ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ് ഈസ് ടേക്കൺ ആസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസർ ദാൻ ദി EMF ഓഫ് ദി സെൽ. അവിടെ എന്താണ്? സെല്ലിന്റെ EMF-നേക്കാളും കുറവായിരിക്കും എന്ത്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നോക്കുക, ഡ്യൂറിംഗ് ഡിസ്ചാർജിംഗ് ഓഫ് എ സെൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് is lesser than the EMF of the cell. The direction of current inside the cell from negative terminal to positive terminal. Negative terminal നിന്ന് positive terminal ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? EMF-നേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A current of 3 ampere passes through an electric circuit for 5 minutes and does work of 900 joule. What is the EMF of the source എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കറണ്ട് എത്രയാണ്? 3 ആംപിയർ ആണ്. passes through an electric circuit. ടൈം എന്ന് പറയുന്നത് 5 minutes ആണ്. അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് 900 ജൂൾ ആണെങ്കിൽ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? EMF കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ടൈം മിനിറ്റിലാണ്, അത് എന്ത് ചെയ്യുക? സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പൊ 5 into 60 ചെയ്യുമ്പോൾ എത്ര എന്ന് കിട്ടും? 300 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? ഇവിടത്തെ ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ശരിയല്ലേ? ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ Q equal to നമുക്ക് ഇക്വേഷൻ അറിയാം, I into T എന്നുള്ള ഇക്വേഷൻ അറിയാം. ഇവിടുത്തെ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആംപിയറും അതുപോലെ T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 300 സെക്കൻഡുമാണ്. ഇവിടെ നിന്ന് ചാർജ് എത്ര എന്ന് കിട്ടും? 900 കൊളോംബ് എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത എന്താണ്? ചാർജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ഇവിടെ വർക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? EMF കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, ശരിയല്ലേ? അപ്പൊ EMF എന്താണ്? അതായത് ദ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇവിടെ വർക്ക് ഡണ്ണും അതുപോലെ തന്നെ യൂണിറ്റ് ചാർജ് ക്യൂവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് എന്താണ്? W/Q ആണ്. ഇവിടത്തെ W എത്രയാണ്? 900 ആണ് അല്ലെ? 900 ജൂൾ ആണ്. ഇനി അടുത്തത് ഇവിടത്തെ നമ്മൾ ചാർജും കണ്ടതായിരുന്നു. എത്രയായിരുന്നു? 900 അല്ലെങ്കിൽ 900 തന്നെയായിരുന്നു. 900 കൊളംബാണ്. സോ ഇവിടുത്തെ ആൻസർ എത്ര എന്ന് പറയും? EMF എന്ന് പറയുന്നത് എത്ര വരും? 1 വോൾട്ട് എന്ന് വരും. ഓക്കെ, അപ്പോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നതാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംപിയർ തന്നിട്ടുണ്ടായി, കറണ്ട് തന്നിട്ടുണ്ടായി, അതുപോലെ തന്നെ എന്താണ്? ടൈം തന്നിട്ടുണ്ടായി,
പിന്നെ വർക്ക് തന്നിട്ടുണ്ടായി. അതിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? Q അല്ലെങ്കിൽ ചാർജ് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? EMF കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? 1 വോൾട്ട് എന്ന് വരും. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.